നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഒരു ഘട്ടത്തിൽ ഇടിയിൽ നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫിഫ തള്ളിക്കളഞ്ഞതാണ്. പേപ്പർ വർക്ക് ഇഷ്യൂ ഒക്കെ പറഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞ കാര്യമാണ്. പക്ഷെ പിന്നീട് അത് നടന്നേ പറ്റൂ എന്ന ഒരു തരത്തിൽ ദൃഢനിശ്ചയമെന്നോ വാശിയെന്നോ ഒക്കെ പറയാവുന്ന മൈൻഡ് സെറ്റിലായിരുന്നു എൻഗോളോ കാണ്ടെ. ഒടുവിൽ അദ്ദേഹം അത് നേടിയെടുക്കുന്നു. അൽ ഇത്തിഹാദ് വിട്ട് ഇതാ യൂറോപ്പിലേക്ക് മടങ്ങി പോവുകയാണ്. ആസിം അൽ ഇത്തിഹാദ് ഒരു സ്ട്രൈക്കറെ കൊണ്ടുവന്നിട്ടുണ്ട്. കരീം ബെൻസിമ പോയതിന് പകരം ഒരു മികച്ച സ്ട്രൈക്കറെ അവരെത്തിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ രണ്ട് ഡീലുകൾ സൈമൾട്ടേനിയസ്ലി നടന്നിരിക്കുകയാണ്. എൻഗോളോ കാണ്ടെ പോകുന്നത് ഫെനർബാഷയിലേക്കാണ്. നേരത്തെ ഒരു സ്വാപ്പ് ഡീല് പോലെ കാര്യങ്ങൾ ഫെനർബാഷയും അൽ ഇത്തിഹാദും ചേർന്ന് സെറ്റാക്കിയതായിരുന്നു. പക്ഷേ പേപ്പർ വർക്ക് ഇഷ്യൂ കാരണം അത് നടക്കില്ല എന്ന് ഫിഫ പറയുകയായിരുന്നു. ദെൻ അതിനുശേഷമാണ് കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യാൻ എൻഗോളോ കാണ്ടെ തീരുമാനിച്ചത്. അൽ ഇത്തിഹാദുമായിട്ടുള്ള കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യുക. അങ്ങനെ ആ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്തു. ഇപ്പോൾ അദ്ദേഹം ഫെനർബാഷയുടെ താരമായിരിക്കുന്നു. ഫബ്രിസോ റൊമാനോയൊക്കെ ഹിർവിഗോ ഒക്കെ വിളിച്ചു കഴിഞ്ഞു. 2028 വരെ 2028 ജൂൺ വരെയാണ് ഇപ്പോൾ അദ്ദേഹം ഫെനർബാഷയുമായിട്ട് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിരിക്കുന്നത്. ഫെനർബാഷയ്ക്കും അൽ ഇത്തിഹാദിനും ഈ ഒരു പുതിയ ഡീലിന് ഫിഫയുടെ ഭാഗത്തു നിന്ന് ഗ്രീൻ ലൈറ്റ് ലഭിച്ചിട്ടുമുണ്ട്. കാണ്ടെ ഫെനർബാഷ മാത്രം മതി, അവിടെ കളിക്കുകയുള്ളൂ എന്ന തരത്തിൽ നിലപാടെടുക്കുകയായിരുന്നു എന്നുകൂടി ഇപ്പോൾ ഫബ്രിസിയോ റൊമാനോ സ്ഥിരീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് യൂസഫ് നെസീരിയുടെ കാര്യത്തിലും സംഭവിച്ചത്. ആ ഡീലും ഓഫായതായിരുന്നു. പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഫെനർബാഷയുമായിട്ടുള്ള കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്തു. ഇപ്പോൾ അൽ ഇത്തിഹാദിലേക്ക് പോകുന്നു. ഫബ്രിസിയോ റൊമാനോ ഈ വിഷയത്തിലും ഹിയർ വി ഗോ പറഞ്ഞിട്ടുണ്ട്. യൂസഫ് നെസീരി ടു അൽ ഇത്തിഹാദ്, ഹിയർ വി ഗോ എന്ന് അദ്ദേഹം പറയുന്നു. ഡീല് ഇപ്പോൾ ഫിഫയുമായിട്ട് കാര്യങ്ങളൊക്കെ കോൺടാക്ട് ചെയ്ത് തീരുമാനമാക്കിയിട്ടുണ്ട്. ഗ്രീൻ ലൈറ്റ് ലഭിച്ചിട്ടുണ്ട്. സോ ഫെനർബാഷയ്ക്ക് അറൗണ്ട് 14 to 15 million euro നെസീരിയുടെ ഈ ഒരു ട്രാൻസ്ഫറിലൂടെ ലഭ്യമാവും എന്നുകൂടി വാർത്തകളിലുണ്ട്. കാണ്ടെ വിൽ ജോയിൻ ഫെനർബാഷെ ആൻഡ് യൂസഫ് നെസീരി വിൽ ജോയിൻ അൽ ഇത്തിഹാദ്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.